ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡിഫയിങ് ടൂൾ ബാർസിലെ രണ്ട് മോഡിഫയിങ് ടൂൾസിനെ പറ്റിയാണ്. സോ മോഡിഫയിങ് ടൂൾ ബാർ ഇതാണ് നമ്മളുടെ മോഡിഫയിങ് ടൂൾ ബാർ. നമ്മൾ ഡ്രോ ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മോഡിഫയിങ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. സോ ഈ മോഡിഫയിങ് ടൂൾസിലെ ഫസ്റ്റ് രണ്ട് ടൂളിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടൂൾ മൂവ് ടൂൾ, സെക്കൻഡ് ടൂൾ കോപ്പി ടൂൾ. സോ ഫസ്റ്റ് ടൂൾ മൂവ് ടൂൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന ഈ സർക്കിളിനെ ഞാൻ മൂവ് ചെയ്ത് എനിക്ക് റെക്റ്റാങ്കിളിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വെക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഞാൻ ആദ്യം ഈ സർക്കിളിനെ സെലക്ട് ചെയ്തു. മൂവ് ടൂൾ നമുക്ക് വേണമെങ്കിൽ കമാൻഡ് ടൈപ്പ് ചെയ്യാം. സോ അല്ലെങ്കിൽ ഈ മോഡിഫയിങ് ടൂൾ ബാറിൽ നിന്ന് ഇവിടെ പോയി ഡയറക്റ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. സർക്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ബേസ് പോയിൻ്റ് ആക്കുക. സോ ഞാൻ മൗസ് പോയിൻ്റ് കൊണ്ടുവന്നു സെൻറ്റർ പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ അതിനെ മൂവ് ചെയ്ത് ഞാൻ റെക്റ്റാങ്കിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. സോ ഇപ്പം ഞാൻ കൊണ്ടുവച്ചതിൽ എത്ര ഡയമെൻഷൻസ് അല്ലെങ്കിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, എത്ര മീറ്ററാണ് ഞാൻ മാറ്റിയേക്കുന്നത് അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അല്ലാതെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വീണ്ടും സർക്കിൾ സെലക്ട് ചെയ്തു, മൂവ് ടൂൾ കൊടുത്തു, MOV ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു പോയിൻ്റ് ഈ സർക്കിളിൻ്റെ ഇപ്പം ഞാൻ ഒരു ടാൻജൻറ്റ് പോയിൻ്റ് സെലക്ട് ചെയ്തു. അവിടുന്ന് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിറക്ഷനിലോട്ട് എനിക്ക് മാറ്റാൻ സാധിക്കും. ആംഗിൾ നിങ്ങൾക്ക് മാറ്റാം, ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് മാറ്റാം. പക്ഷേ ഇപ്പോൾ എൻ്റെ മൗസ് പോയിൻ്റ് ഏത് ഡിറക്ഷനിൽ വേണമെങ്കിലും ഇത് മാറുന്നുണ്ട്. ഇത് മാറാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർത്തോ മോഡ് ഓഫാണ്. ഇതാണ് നമ്മളുടെ ഓർത്തോ മോഡ്. ഇതിൻ്റെ ഷോർട്ട് കീ F8 ആണ്. നിങ്ങൾക്ക് F8 യൂസ് ചെയ്തിട്ട് കീബോർഡിൽ F8 യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓഫാക്കാം, ഓണാക്കാൻ ചെയ്യും. സോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹൊറിസോണ്ടലി വെർട്ടിക്കലി മാത്രമേ എനിക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റൂ. സോ ഞാൻ ഇവിടുന്ന് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ഞാനിപ്പോൾ മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എനിക്ക് ഒരു ആഗ്രഹം, ഈ റെക്റ്റാങ്കിളിൽ നിന്ന് ഞാനൊരു 1500 മീറ്റർ ഞാൻ മെഷർ ചെയ്തില്ല, അല്ലെങ്കിൽ 1000 ഞാൻ ഇതിനെ മൂവ് ചെയ്ത് ഈ റെക്റ്റാങ്കിളുമായിട്ട് അടുപ്പിച്ച് വെച്ചേക്കാണ് ഈ സർക്കിളിന്. ഇനി എനിക്ക് ഈ റെക്റ്റാങ്കിളിൽ നിന്ന് സർക്കിളിനെ ഒരു 1500 മൂവ് ചെയ്യണം. അതിനെങ്ങനെ മൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിലുള്ള ഗ്യാപ്പ് നമുക്ക് 1500 ആക്കണം. അതായത് റെക്റ്റാങ്കിളിൽ നിന്ന് സർക്കിളിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, സെൻറ്റർ പോയിൻ്റ് അല്ല, ഫസ്റ്റ് പോയിൻറ്റിലേക്കുള്ള ദൂരം ഒരു 1500 വേണം. അതിനെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സർക്കിൾ സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ. ഇവിടെ ഞാൻ മൂവ് ടൂൾ ഷോർട്ട് കീ M ആണ് ആക്കിയിട്ടേക്കുന്നത്. അതിൻ്റെ ബേസ് പോയിൻ്റായിട്ട് ഞാൻ ഈ പോയിൻ്റ് സെലക്ട് ചെയ്തു. നമുക്കപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ ഡിസ്റ്റൻസ് എത്രമാത്രം പോകുന്നതെന്ന്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർത്തോ മൂവ് ചെയ്യുമ്പോൾ 600 ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ എനിക്കൊരു 1 മീറ്റർ കൊടുത്താൽ മതി. 1 മീറ്റർ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1 മീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ 1 മീറ്റർ മാറിയിട്ടുണ്ട്. ഡയമെൻഷൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്താണ്ട് ഇങ്ങനെ തന്നെ വെക്കുമ്പം തന്നെ അറിയാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണണമെങ്കിൽ ഡയമെൻഷൻ ലീനിയർ എടുക്കുക, 1000. സോ എനിക്ക് റെക്റ്റാങ്കിളിൽ നിന്ന് എൻ്റെ സർക്കിളിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് വരെയുള്ള ദൂരം എനിക്ക് 1 മീറ്റർ ആയിട്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ഒബ്ജക്റ്റിനെയും നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്ര ആംഗിൾ നിങ്ങൾക്ക് ഏത് ഡിറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത കമാൻഡാണ് കോപ്പി കമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് കോപ്പി ചെയ്ത് വെക്കുന്നതിനായിട്ട് നമ്മൾ ഇപ്പം ഞാൻ റെക്റ്റാങ്കിളിനെ ഇതേ പ്രോപ്പർട്ടി റെക്റ്റാങ്കിളിനെ ഞാൻ കോപ്പി ചെയ്ത് വെക്കണമെങ്കിൽ ഞാൻ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്തു, കോപ്പിന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. കമാൻഡ് ബാറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ പോയി മോഡിഫയിങ് ടൂൾ ബാറിൽ പോയിട്ട് കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഞാൻ ഇതെല്ലാം മോഡിഫയിങ് ടൂളിലെല്ലാം ഒരു
ചെയ്യുന്നതെല്ലാം ഏകദേശം ഒരേ മെത്തേഡാണ്. അപ്പോൾ ഞാൻ ബേസ് പോയിൻ്റ്, ഏത് പോയിൻറ്റിലാണ് നിങ്ങൾക്ക് പോയിൻറ്റിലോട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് ബേസ് പോയിൻ്റായിട്ട് എടുക്കുക. ബേസ് പോയിൻ്റായിട്ട് എടുത്ത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് വെച്ചു. എനിക്ക് ഇതിനെ ഏത് ഡിറക്ഷനിൽ എത്ര വേണമെങ്കിലും എനിക്ക് കോപ്പി ചെയ്ത് വെക്കാം. അതായത് നമ്മളുടെ എന്താണോ ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോഴും നമ്മളുടെ ആ സെലക്ഷൻ ഓൺ ആയിരിക്കും. അതായത് കോപ്പി എന്നുള്ള കമാൻഡ് ആക്റ്റീവ് ആയിരിക്കും. സോ എനിക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ, കാരണം മൗസ് പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് അതിന് ആ കമാൻഡ് ഡീആക്ടിവേറ്റ് ആയിട്ടില്ല. സോ എനിക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ കോപ്പി ചെയ്ത് ആ ഒരു, പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എൻ പോയിൻറ്റിലാണ് ഞാൻ എവിടാണോ സെലക്ട് ചെയ്തത് ആ എൻ പോയിൻ്റാണ് കാണിക്കുന്നത്. ആ എൻ പോയിൻറ്റിൻ്റെ ഡിറക്ഷനിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് ഏത് ഡിറക്ഷനിൽ വേണമെങ്കിലും നമ്മൾക്ക് കോപ്പി ചെയ്ത് വെക്കാം. സോ എത്ര വേണമെങ്കിലും നമ്മൾ കോപ്പി ചെയ്ത് വെക്കാം. ഇതാണ് നമ്മളുടെ കോപ്പി ടൂൾ. സോ ഈ 2 ടൂള് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മൂവ് ടൂള്, നമ്മളുടെ കോപ്പി ടൂള്. സോ നെക്സ്റ്റ് മോഡിഫയിങ് ടൂൾസ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.